Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. പീച്ചാനിക്കാട് റെയിൽവേ അടിപ്പാതയുടെ പണി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധം. എംപിയും MLAയും അടക്കമുള്ള ജനപ്രതിനിധികളുടെ അനാസ്ഥയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തുരങ്കപാതയിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും അങ്കമാലി പീച്ചാനിക്കാട് റെയിൽവേ അടിപ്പാത പൂർണ്ണമായും സഞ്ചാരയോഗ്യമായില്ല. റോഡിന്റെ ടാറിംഗ് ഇതേവരെ ആരംഭിച്ചിട്ട് പോലുമില്ല. രാത്രികാലങ്ങളിൽ പ്രദേശമാകെ കൂരിരുട്ടാണ്. ഭയത്തോടെയാണ് പ്രദേശവാസികളും യാത്രക്കാരും അടിപ്പാത വഴി കടന്നുപോകുന്നത്. വിഷയത്തിൽ റെയിൽവേ അധികൃതരും MP MLA അടക്കമുള്ള ജനപ്രതിനിധികളും തികഞ്ഞ അനാസ്ഥയാണ് പുലർത്തുന്നതെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. ഡിവൈഎഫ്ഐ പീച്ചാനിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അടിപ്പാതയിൽ നടത്തിയ പന്തം കൊളുത്തി പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാരെയും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ള ഗതാഗതം ചെയ്യുന്ന ആളുകളെയെല്ലാം തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നയമാണ് ഇതിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധം നടക്കുന്ന റോഡിന്റെ ദുരവസ്ഥ തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും. ഈ പ്രദേശത്ത് ഒരു 100-200 മീറ്റർ നീളമെടുത്തു നോക്കിയാൽ ഈ പ്രദേശത്ത് ഒരു തെരുവ് വിളക്കോ അല്ലെങ്കിൽ ഈ റോഡിന്റെ ഗട്ടറെല്ലാം പരിഹരിച്ചുകൊണ്ട് റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്നതിന് പോലും അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ കുറ്റകരമായ അനാസ്ഥയാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം ഈ റോഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട റോഡാണ്. പാറക്കടവ് മേഖലയിലേക്ക് പോകുന്നതിനും അങ്കമാലി നഗരസഭയിലെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ഒരു വഴി എന്ന നിലയിൽ ഈ വഴിയെ യാത്രാസുഗമമാക്കി മാറ്റുന്നതിന് വേണ്ട നിലപാടുകളൊന്നും സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അധികാരികളോ റെയിൽവേയോ അല്ലെങ്കിൽ MPയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കുറ്റകരമായ അവസ്ഥ. ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുന്ന ആളുകളെ അവരെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യന്തം ഇതിന്റെ അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഇവിടെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ ഡിവൈഎഫ്ഐയും അങ്കമാലി നഗരസഭ പ്രതിപക്ഷ കൗൺസിലർമാരുമെല്ലാം ഓരോ ഘട്ടത്തിലും ഈ വിഷയത്തിലെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അണ്ടർപാസേജുമായി ബന്ധപ്പെട്ട നിർമ്മാണം അത് ശാസ്ത്രീയമായ രീതിയിൽ നടക്കണം, ഇതിലെ കുറ്റകരമായ അനാസ്ഥകൾ ഓരോ ഘട്ടത്തിലും തുറന്നു കാണിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടുത്തെ അങ്കമാലിയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഡിവൈഎഫ്ഐയും ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം പൊതുവായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സച്ചിൻ കുര്യാക്കോസ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം ഷോബി ജോർജ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രാഹുൽ രാമചന്ദ്രൻ, എബിൻ ചെറിയാൻ, അതുൽ ഡേവിസ്, PR രാജേഷ്, VV ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനും MP ഓഫീസും കേന്ദ്രീകരിച്ച് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്.
70 വർഷത്തെ പാരമ്പര്യല്ലേ? MV Jacko Jewelers, Angamali.